ഒരു കൂട്ടം കന്യാസ്ത്രീമാരെ ബസ്സിൽ വെച്ച് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആയിട്ട് സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഇതൊരു സാത്താന്റെ ചികിത്സയാണ്, സാത്താന്റെ ഒരു പ്രവർത്തനമാണെന്നാണ് പറഞ്ഞത്. അവർക്ക് ബോഡിയിൽ വൈബ്രേഷൻ ഉണ്ടാവും. അവർ ചിലപ്പോൾ ആടുകയും തുള്ളുകയും ഒക്കെ ചെയ്യും, നിലവിളിക്കുകയും കരയുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള എനർജി വന്നു കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. സർ, റേക്കിയെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. റേക്കി ഒരു മന്ത്രവാദമാണെന്നൊക്കെ പറയുന്നു. അതിൽ എത്രത്തോളം വാസ്തവമാണെന്നൊന്ന് പറയാമോ? അപ്പോ റേക്കി ഒരു മന്ത്രവാദമാണോ എന്നുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടി, കാരണം ഒന്ന് മനസ്സിലാക്കുക പ്രേക്ഷകരെ, റേക്കി ഒരു മന്ത്രവാദമാകണമെങ്കിൽ, ഒരു മന്ത്രവാദം എങ്ങനെ ചെയ്യുക? സാധാരണ രീതിയിൽ മന്ത്രവാദം ചെയ്യണമെങ്കിൽ മന്ത്രങ്ങൾ വേണം. മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് മന്ത്രവാദം. അതിന് ചില വസ്തുവകകൾ വേണം. ഇപ്പോ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോലും ഒരു പൂജാതി കർമ്മങ്ങൾ ചെയ്യണതിന് പുഷ്പങ്ങൾ വേണം, അല്ലേ? ധാരകൾ ചെയ്യണം. അതുപോലെ ദേവീ ദേവന്മാർക്ക് നിവേദ്യങ്ങൾ അർപ്പിക്കണം. അങ്ങനെ പലതരം സംഗതികൾ അടങ്ങിയതാണ് ഒരു പൂജാവിധികൾ പോലും. അപ്പൊ ഒരു മന്ത്രവാദത്തിനും അതിൻ്റെതായിട്ടുള്ള വസ്തുവകകൾ ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ ചെയ്യുന്ന ഒരു പ്രക്രിയ, അത് മന്ത്രവാദം ചെയ്യുന്നത് കൂടുതലും സീക്രട്ടായിട്ടാണ് ആളുകൾ ചെയ്യുക. അതിന് പ്രത്യേക സമയവും സാഹചര്യവും സന്ദർഭമൊക്കെ കണ്ടെത്തി പ്രത്യേകം വിധിപ്രകാരം പ്രത്യേക ക്രിയകൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് മന്ത്രവാദം. നിങ്ങളുടെ ഒരു കാലിലെയോ അല്ലെങ്കിൽ മുട്ടുകളിലെയോ അല്ലെങ്കിൽ ഒരു തലവേദനയ്ക്കോ ആയിട്ടുള്ള ഒരു വിഷയത്തിന് നിങ്ങൾ ഒരു റേക്കി ഹീലറെ അല്ലെങ്കിൽ ഒരു റേക്കി മാസ്റ്ററെ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിങ്ങളൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ആ റേക്കി ഹീലർ പറയാണ് ഇവിടെ നിന്ന് ആ എനർജി ട്രാൻസ്ഫർ ചെയ്യാം, നിങ്ങൾ അവിടെ റിസീവ് ചെയ്തിരുന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് കൊടുത്തൊന്ന് ഇരുന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. നേരിട്ട് വരണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്താണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന്. ആ റേക്കി ഹീൽ ചെയ്യുന്ന വ്യക്തി യാതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം എനർജി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് കൈകളിലൂടെ പ്രയോഗിക്കുന്ന എനർജിയാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ കോളിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്. അപ്പോ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് എങ്ങനെ മന്ത്രവാദം എന്ന് പറയും? അപ്പൊ പല ആളുകളും ഈ ഹീലിങ്ങിന് വിധേയരാകാതിരിക്കുന്നതിന്റെ കാരണം ഇത് സാത്താന്റെ കളി. ഒരു കൂട്ടം കന്യാസ്ത്രീമാരെ ബസ്സിൽ വെച്ച് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആയിട്ട് സംസാരിച്ച സമയത്ത് എന്നോട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു റേക്കി മാസ്റ്ററാണ്, അപ്പോൾ റേക്കി പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഹീലിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു, പിന്നെ ഒരു പ്രാണി ഹീലറാണ്, ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഇതൊരു സാത്താന്റെ ചികിത്സയാണ്, സാത്താന്റെ ഒരു പ്രവർത്തനമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാരണം? അപ്പോ ഇതാണ് വിദ്യ എന്ന് പറയുന്നത്. കാരണം ഇത്രയും അറിവുള്ള ആ കന്യാസ്ത്രീകളായിട്ടുള്ള അവര് പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ പറയാൻ സാത്താന്റെ ഒരു തെറ്റായ ഒരു പ്രവൃത്തിയാണ്, അതൊരിക്കലും ആരും ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു, പക്ഷെ ഈ പറയുന്നവരില്ല, ഞാൻ ഇപ്പോ ഒരു മതത്തിന്റെ അടുത്ത് പറയല്ല, ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ റേക്കി ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റേക്കി പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം കൂടുതലും അത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെന്ത് പറയണം? അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് പല ആളുകളിലേക്കും ഷെയർ ചെയ്യപ്പെടുന്നത്. എപ്പോഴും പറയുന്നത്, ഞാൻ പറയാറുള്ളത്, നിങ്ങൾ അനുഭവിച്ചറിയുക, നിങ്ങൾ ആ ഒരു പ്രോസസ്സ്. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നു ഇപ്പൊ അത് മന്ത്രവാദമാണ്, താന്ത്രിക വിദ്യകളാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതൊന്ന് പരിശീലിച്ച് നോക്കാൻ ഒരു ക്ഷമ നിങ്ങൾ കണ്ടെത്തുക മതി. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചറിയാൻ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി, എത്രമാത്രം അതിനകത്ത് സത്യമുണ്ട്, മിഥ്യയുണ്ട് എന്നൊക്കെ. ചില ആളുകൾ തന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഈ ചാത്തന്റെ വല്ല സിദ്ധികളും ഉള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപാസിച്ച് എന്തെങ്കിലും ചെയ്യുന്ന പ്രക്രിയയാണോ? അതിന് കാരണം ഒരുപക്ഷെ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചില ആളുകളെയൊക്കെ നമ്മൾ അവരുടെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എനർജി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ബോഡിയിൽ വൈബ്രേഷൻ ഉണ്ടാവും. അവർ ചിലപ്പോൾ ആടുകയും തുള്ളുകയും
ഒക്കെ ചെയ്യും, നിലവിളിക്കുകയും കരയുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള എനർജി വന്നു കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നെഗറ്റീവ് എനർജി നമുക്ക് സാധാരണ രീതിയിൽ ആർക്കും കാണാൻ കഴിയില്ല. എന്താണ് നെഗറ്റീവ് എനർജിനെ കാണാൻ കഴിയില്ല. ചിലപ്പോൾ ചെറുപ്പത്തിലോ ഒരു 5 വയസ്സിലോ 10 വയസ്സിലോ അല്ലെങ്കിൽ 15 വയസ്സിലോ കൂടുതലും സ്ത്രീകൾക്കാണ് അത് കണ്ടുവരുന്നത്, പെൺകുട്ടികൾക്കാണ് കൂടുതലും കണ്ടുവരുന്നത്. ഏതെങ്കിലും കുളിക്കടവിൽ കുളിക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ പുഴയിലോ കുളിക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ ചില കുട്ടികളിലേക്ക്, ചില സ്ത്രീകളിലേക്ക്, ചില ആളുകളിലേക്ക് വന്നു ചേരുന്ന ദുരാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് അവരറിയില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് അവരേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരണമോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു കാര്യങ്ങളോ ചടങ്ങൊക്കെ നടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ എനർജി അവർക്ക്, ഈ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അവരിൽ ഉണ്ടാവുകയും അതവർക്ക് പലതരത്തിലുള്ള, ഒരുപക്ഷെ പല ആളുകളും പറയും ഇതൊരു ഫിക്സ് ഉണ്ടായതാണോ, എന്താണ് പെട്ടെന്നോ ഇതിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആശുപത്രികളിൽ, ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരവിടെ നോക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ വ്യക്തിക്ക് ഒരു പ്രശ്നമില്ല. വീണ്ടും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരും, കുറച്ച് മെഡിസിനൊക്കെ കഴിക്കും, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും. എന്നെ പോലുള്ള ആളുകളൊക്കെ, ഇവിടേക്ക് വന്ന ആളുകൾ അങ്ങനെയൊക്കെ ആ എനർജി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ചില ആളുകൾ പറയും, പലരും പറയും ഒരു ബാധാദോഷം അത് വേറൊരു വ്യക്തി ചെയ്തിട്ടാവാം, തനിയെ വന്നു കയറിയത് കൊണ്ടാവാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ എനർജി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനർജി, റേക്കി എനർജി ഒരു പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും പറയാറുണ്ട് ഇത് ഒരു യൂണിവേഴ്സ് എനർജിയാണ്, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. ഈ എനർജി അവിടെ ഒരു പോസിറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അവിടെ ആ വ്യക്തിയിൽ രൂപപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയിൽ അന്തർലീനമായിട്ടിരിക്കുന്ന, അയാൾക്ക് പോലും അറിയാതെ അയാളുടെ ഉള്ളില് ഇരിക്കുന്ന ആ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് വൈബ്രേഷൻ ഉണ്ടാവുന്നത്. അവരാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അതല്ലാതെ ഇതൊരു മന്ത്രവാദം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബാധയെ ഒരു വ്യക്തി കയറ്റി വിടുന്നതോ അല്ലെങ്കിൽ ഒരു ചാത്തൻ സേവയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ദുർമാന്ത്രികമായിട്ടുള്ള പ്രവൃത്തികളോ ഒന്നും ചെയ്യുന്നതൊന്നുമല്ല. ഇത് നിങ്ങളെ ഹീല് ചെയ്യുമ്പോൾ നിങ്ങളെന്ന വ്യക്തി മാത്രമല്ല, നിങ്ങളോട് വേണമെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ള ആളുകളെ നിങ്ങളുടെ അടുത്ത് ഇരുത്തി നിങ്ങൾക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം, കാണാം, അറിയാനൊക്കെ സാധിക്കുന്നതാണ് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പൊ ഇത് ഈ കസേരയിൽ ഞാൻ ഇരിക്കുന്നുണ്ട് അല്ലേ, ഇതേ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വീഡിയോ കോളിൽ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ഈ 2 കൈകളും വെച്ചിട്ട് ഇതുപോലെ, ഇതിന് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ എനർജി ഞാൻ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളുടെ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിന് ഞാൻ എനർജി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ വിഷ്വലൈസേഷനാണ്, അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ എൻ്റെ കയ്യിൽ ഒരു പിടി പുഷ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാന്ത്രിക വസ്തുക്കളോ ഒന്നുമില്ല. പ്യുവറായിട്ട് കാണുന്ന എൻ്റെ ഈ 2 കൈകൾ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, വേറൊന്നുമില്ല അവിടെ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഏതു തരം പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, റേക്കി നിങ്ങൾ എനർജി കൊടുക്കുമ്പോൾ, റേക്കി ഹീലിംഗ് എനർജി കൊടുക്കുമ്പോൾ സ്വന്തം നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ ഊർജമാണോ അവിടെ പോകുന്നതെന്ന് ചോദിക്കാറുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അല്ല, സ്വന്തം ഊർജമല്ല. സ്വന്തം ഊർജമാണ് നിങ്ങളുടെ പോകുന്നതെങ്കിൽ, അങ്ങനെ പല ആളുകൾക്കും പറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങളറിയാതെ അതിന്റെ കൃത്യമായ ടെക്നിക്ക് വശമാക്കാതെ ഒരു റേക്കി മാസ്റ്ററിൽ നിന്ന് പഠിച്ച വ്യക്തികൾക്ക് സ്വന്തം ഊർജം നഷ്ടപ്പെട്ട്, ചൈതന്യം നഷ്ടപ്പെട്ട്, ശാരീരിക ശോഷണവും മാനസിക ശോഷണവും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. റേക്കി പഠിച്ചവരിൽ മിക്കവർക്കും ഉണ്ടത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് റേക്കിയില് പഠിക്കുമ്പോൾ തന്നെ, ദീക്ഷ കിട്ടുമ്പോൾ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് സംഭവിക്കും. ഇപ്പോ നിങ്ങൾ ഒരു വ്യക്തിക്ക് 100-ൽ 30% ഊർജത്തിന്റെ കുറവുണ്ടെന്നിരിക്കട്ടെ. 30% ഊർജം അയാൾക്ക് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ അയാൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അയാൾ തളർന്നിരിക്കുകയാണ്.
അയാളുടെ ആ അസുഖത്തിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ അവസ്ഥകളോ ആയിക്കോട്ടെ 30% കുറവുണ്ട്. അപ്പൊ ആ 30% ആ വ്യക്തിയിൽ ആ എനർജി അവിടെ കയറ്റി വിട്ടാൽ അയാൾ 100%-ലാവും, അയാൾ ബൂസ്റ്റ് ആകും. അപ്പൊ ആ ബൂസ്റ്റ് ആകാൻ ഒരു റേക്കി ഹീലർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ റേക്കി മാസ്റ്റർക്ക് അല്ലെങ്കിൽ റേക്കി ഹീലർക്ക് 100%-ൽ ഇരിക്കുന്ന വ്യക്തി 30% അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളിലേക്ക് കയറ്റി വിടുമ്പോൾ ഇവിടെ 70% ആവും. സ്വാഭാവികമായിട്ടും 30%-ന്റെ ലോസ് അവിടെ വരും ആ വ്യക്തിക്ക്. അപ്പോൾ ഒരിക്കലും ഒരു റേക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ലോസ് അവിടെ ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അയാളിൽ നിലവിൽ ഇരിക്കുന്ന ആ എനർജിയെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം ആ എനർജി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് പവർഫുള്ളായിട്ട് ഇരിക്കുന്നതിനാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ എനർജി എത്രയാണോ അങ്ങോട്ട് കൊടുക്കപ്പെടുന്ന എനർജി, ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകരുന്നത് പോലെയാണ്. അപ്പോ ഒരു 1/4 ഭാഗം ഗ്ലാസ് ഉണ്ടായിരുന്ന വെള്ളത്തിൽ ആ ഗ്ലാസ്സിനകത്തേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒരു കപ്പിലൂടെ എടുത്ത് ഒഴിക്കുന്നത് പോലെ നിറയുകയാണ്. അപ്പൊ ആ നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലും വന്ന് നിറയണം അല്ലേ. കിണറ്റിൽ വെള്ളം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ഊറി വരുന്നത് പോലെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ആ എനർജി കൊടുക്കും തോറും റിസീവ് ആകും. അവിടെ എനർജി സഹസ്രാര ചക്രയിലൂടെ, നമ്മുടെ സഹസ്രാര തലയ്ക്ക് മുകളിലൂടെ ഈ സഹസ്രാര ചക്രത്തിലൂടെ, സഹസ്രാര പത്മം അല്ലെങ്കിൽ ക്രൗൺ ചക്ര അല്ലെങ്കിൽ ഡിവൈൻ ചക്രയിലൂടെ ഈ എനർജി ഇവിടെ ഫ്ലോ ഉണ്ടാവുകയും ഈ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന എനർജിക്ക് അനുസരിച്ച് ഇവിടെ അത് ഫുൾഫിൽ ആവുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. റേക്കി പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ എനർജി കട്ടായി പോകാതെ അല്ലെങ്കിൽ കുറഞ്ഞു പോകാതെ അതിനകത്തേക്ക് പൂർണ്ണമായിട്ടും ഒഴുകി ഫില്ലായി വരുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് അത് സാധ്യമാകുന്നതും. അതുപോലെ തന്നെ ആ എനർജി ഫുൾഫില്ലായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വേറൊരാൾക്ക് കൊടുക്കാനും സാധിക്കുകയുള്ളൂ.